ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബാദർ അതറാ കസ്റത്തൽ മാലി ഹുവൽ ഗിന? സമ്പത്ത് ധാരാളം കൈവശമുള്ളവരൊക്കെ സമ്പന്നരാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, കയ്യിൽ കാശുള്ളവൻ സമ്പന്നനാണ്. വീണ്ടും അള്ളാഹുവിൻ്റെ ദൂതർ ചോദിച്ചു, ഫതറാ ഖില്ലത്തൽ മാലി ഹുവൽ ഫഖർ? കയ്യിൽ പണമില്ലെങ്കിൽ അവൻ ദരിദ്രനാണോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അതെ, ക്യാഷ് ഇല്ലെങ്കിൽ അവൻ ദരിദ്രനാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നമൽ ഗിന ഗിനൽ ഖൽബ് വൽ ഫഖറു ഫഖറുൽ ഖൽബ്. യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത് മനസ്സിൻ്റെ സമ്പന്നതയാണ്. യഥാർത്ഥ ദാരിദ്ര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ദാരിദ്ര്യവുമാണ്. വിഭവങ്ങൾ ധാരാളം ശേഖരിച്ചതുകൊണ്ട് കാര്യമായില്ല. മനസ്സ് സമ്പന്നമാണെങ്കിൽ അവൻ എത്ര ദരിദ്രനാണെങ്കിലും അവനാണ് സമ്പന്നൻ. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും മനസ്സ് തൃപ്തിയുള്ള മനസ്സല്ലെങ്കിൽ അവൻ പരമദരിദ്രനാണ്. 1-2 ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ എന്നായിരുന്നു ഹെഡിങ്. മുംബൈ സ്വദേശിയായ ഭാരത് ജെയിൻ എന്ന് പറയുന്ന 49കാരനെ പറ്റിയായിരുന്നു ആ വാർത്ത. അദ്ദേഹം 9ാം വയസ്സിൽ യാചന തുടങ്ങിയ ആളാണ്. 40ാമത്തെ വയസ്സിലും യാചകനായി അദ്ദേഹം തുടരുകയാണ്. മുംബൈ സിറ്റിയിൽ തന്നെ 1.5 കോടി വിലമതിക്കുന്ന 2 ഫ്ലാറ്റുകൾ അദ്ദേഹത്തിനുണ്ട്. 7.5 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി. 10,000-കണക്കിന് രൂപ വാടക ഇനത്തിൽ കിട്ടുന്നുണ്ട്. മക്കളൊക്കെ ഉയർന്ന സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് യാചന നിർത്താനാവുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മൻ ഫതഹ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖർ. യാചനയുടെ കൈ ആര് നീട്ടിയോ, യാചിക്കാൻ ആര് തുടങ്ങിയോ, ദാരിദ്ര്യത്തിൻ്റെ വാതിലുകൾ അവന് നേരെ പടച്ചവൻ തുറന്നിട്ട് കൊടുക്കുമെന്ന്. അതാണ് നമ്മളിവിടെ കാണുന്നത്. കോടീശ്വരനാണ്, പക്ഷേ ഇപ്പോഴും യാചിച്ചുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ കൈനീട്ടിക്കൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് നമ്മുടെ കാരണവന്മാർ പറയാറില്ലേ? അതുകൊണ്ട് തൃപ്തിയുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, മനസ്സ് തൃപ്തിയുള്ളതായിരിക്കണം. അതില്ലെങ്കിൽ അവൻ എന്നും ദരിദ്രനായി തുടരും. ധാരാളം പണമുണ്ടാവും, പക്ഷേ അവൻ താമസിക്കുന്നത് ഒരു സാധാരണ വീട്ടിലായിരിക്കും. ഒട്ടേറെ പൈസ ഉണ്ടായിരിക്കും, പക്ഷേ ഏറ്റവും കുറഞ്ഞ വാഹനത്തിലായിരിക്കും സഞ്ചരിക്കുക. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ, നല്ലൊരു വസ്ത്രം വാങ്ങി ധരിക്കാൻ അവന് കഴിയാതെ അവരുടെ ദരിദ്രനായി സമ്പന്നനായിട്ടും ജീവിക്കേണ്ട ഗതികേട് വരും. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു